ആലയം എന്ന് പറയുന്നത് ആരാധനയുടെ ഇടമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ബലിയുടെ ഇടമാണ്, സാക്രിഫൈസ് ആണ്. അതോടൊപ്പം തന്നെ നിരന്തരമായ ആരാധന നടക്കണം. നിന്റെ ഹൃദയത്തിൽ നിരന്തരമായ ദൈവസ്തുതികൾ ഉണ്ടാകണം. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട ഒരു ആരാധനയെ കുറിച്ചാണ് ഹെബ്രായർ 13:15 പറയുന്നത്. അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന, യേശുവിലൂടെ, യേശുവിനോടുകൂടെ, യേശുവിൽ തന്നെ എന്ന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ബലി, അധരങ്ങളുടെ ഫലങ്ങൾ നമുക്ക് അവൻ അർപ്പിക്കാം. നിന്റെ ജീവിതത്തിൽ നിരന്തരമായ ആരാധന നടക്കട്ടെ. ഹല്ലേലൂയ. നിന്നിൽ നിന്ന് ഉയരുന്നത് എന്താണ്? നിരന്തരമായ നന്ദിയാണോ? ആരാധന അതൊരു കൃതജ്ഞതയാണ്. ദൈവമേ നിനക്ക് നന്ദി. നിരന്തരമായ കൃതജ്ഞതാ ബലി നടക്കട്ടെ. നിനക്കൊരു രോഗം വന്നു, എന്തു പറയാം? ദൈവമേ നന്ദി. പരീക്ഷയിൽ തോറ്റു, എന്തു പറയാം? ലോൺ അപേക്ഷിച്ചിട്ട് ഇന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ അവര് പറയുന്നു തരാൻ പറ്റില്ല, എന്തു പറയും? രോഗം മാറിയെന്ന് വിചാരിച്ച് ആശുപത്രിയിൽ ചെന്നു, എക്സ്റേ എടുത്തു, അപ്പൊ പറയുന്നു മാറിയിട്ടില്ല, എന്തു പറയും? അപ്പോഴാണ് അച്ഛൻ പറയുന്നത് നിരന്തരമായ. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും, അതായത് എപ്പോഴും ആരാധന നടത്താൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, ബാഹ്യമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. കോവിഡ് വരുമ്പോ പള്ളി അടച്ചിട്ടെങ്കിലും ആരാധനയൊന്നും മുടങ്ങിയിട്ടൊന്നുമില്ല. ആരാധന എന്തു വന്നാലും ആരാധന നടത്തപ്പെടണം. കുർബാന ഒറ്റയ്ക്ക് എല്ലാവരും ആരും പറയില്ലല്ലോ. പറയോ? ഇല്ല. നിരന്തരമായ ആരാധനയായി ജീവിതം മാറട്ടെ എന്ന് ഒന്നും ഓക്കെ അല്ലാത്തപ്പോഴും ഈശോയെ നിനക്ക് നന്ദി എന്ന് പറയാൻ പറ്റുന്ന ആരാധനയുടെ ഇടമാണ് നിന്റെ ശരീരമെങ്കിൽ, നിന്റെ ജീവിതമെങ്കിൽ നീ ഒരു ദേവാലയമാണ്. അപ്രകാരം ഒരു ദേവാലയമായി നീ മാറുന്ന ദിവസമാണ് കർത്താവിന്റെ ദിവസം. പെട്ടെന്നൊന്നും അങ്ങനെ ഒരു പള്ളി ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. നമ്മൾ പെട്ടെന്നൊന്നും ഒരു പള്ളിയായിട്ട് മാറുകയില്ല. പക്ഷേ നമ്മൾ ഒരു പള്ളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു.